ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയിൽ നാടകീയ സംഭവങ്ങൾ. അഖിലേഷ് യാദവിനെയും രാംഗോപാൽ യാദവിനെയും പാർട്ടിയിൽ തിരിച്ചെടുത്തു. ഭരണമുന്നണിയിലെ ഭൂരിപക്ഷം എംഎൽഎമാരുടെയും പിന്തുണ അഖിലേഷ് യാദവ് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സോമി, ഏതാണ്ട് 24 മണിക്കൂറോളം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ സമാജ്വാദിയിലെ താൽക്കാലികമായ സമവായം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് മകനും മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവിനെയും സഹോദരനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ രാംഗോപാൽ യാദവിനെയും 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ സമാജ്വാദി പാർട്ടിയിൽ ഇരു വിഭാഗങ്ങൾക്കിടയിലും നിർണായകമായ കൂടിയാലോചനകളും യോഗങ്ങളുമാണ് നടന്നത്. രാവിലെ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് എംഎൽഎമാരുടെ യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിൽ പങ്കെടുത്താൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് കർശനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് 195 എംഎൽഎമാർ അഖിലേഷ് യാദവിന് പിന്തുണയുമായി യോഗത്തിലെത്തി. ഇതുകൂടാതെ സഖ്യകക്ഷികളും അഖിലേഷിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി താനാണ് പാർട്ടിയിൽ അജയ്യ ശക്തി, അധികാരത്തിൽ ഒറ്റയ്ക്ക് വരാൻ കഴിയും എന്നുള്ള വ്യക്തമായ സൂചന അഖിലേഷ് യാദവ് നൽകുകയും ചെയ്തു. അതിനുശേഷം ഈ യോഗത്തിന് വച്ച് തന്നെയാണ് യുപിയിൽ അധികാരം പിടിക്കുമെന്നും വിജയം പിതാവിന് സമ്മാനിക്കുമെന്നുമുള്ള അഖിലേഷിന്റെ പ്രഖ്യാപനവും ഉണ്ടായത്. ഇതേസമയം തന്നെ രാവിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയ മുലായം സിംഗ് യാദവ് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയിലെ പ്രമുഖനായ അസം ഖാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ചർച്ചയിൽ പാർട്ടിയിൽ പിളർപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചത്. ഇതിനെ തുടർന്നാണ് അസം ഖാനെ ദൂതനായി അഖിലേഷിന്റെ വസതിയിലേക്ക് മുലായം സിംഗ് യാദവ് അയക്കുകയും അഖിലേഷിനെ വിളിച്ചുകൊണ്ടുവരാൻ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷം അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും തമ്മിൽ ചർച്ച നടന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം ശിവ്പാൽ യാദവുമായും മുലായം സിംഗ് പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. തൊട്ടു പിന്നാലെ തന്നെ ഇരുവരെയും പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതായുള്ള പ്രഖ്യാപനം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. ഇരു നേതാക്കളെയും അഖിലേഷിനെയും രാംഗോപാൽ യാദവിനെയും തിരിച്ചെടുക്കുകയാണെന്നും പാർട്ടി ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ശിവ്പാൽ യാദവ് പ്രഖ്യാപിച്ചു. വർഗീയ ശക്തികൾക്കെതിരെ യോജിച്ച പോരാട്ടം കാഴ്ചവെക്കുമെന്നും ശിവ്പാൽ യാദവ് വ്യക്തമാക്കി. BJP-യെ ഉത്തർപ്രദേശിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്നും ശിവ്പാൽ യാദവ് അറിയിക്കുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് പരിസമാപ്തി ഉണ്ടായത് അങ്ങനെയാണ്. എങ്കിലും ഈ സമവായ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രധാനമായും അമർ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പാർട്ടി അധ്യക്ഷ സ്ഥാനം വേണമെന്നുമുള്ള ആവശ്യം അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. രണ്ടാമതായി സ്ഥാനാർത്ഥി നിർണയമാണ്. താൻ നിർദ്ദേശിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും ടിക്കറ്റ് നൽകണമെന്ന ആവശ്യവും അഖിലേഷ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് അംഗീകാരം ലഭിച്ചോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഇരു വിഭാഗങ്ങളും തമ്മിൽ കലഹമുടലെടുക്കാനുള്ള സാധ്യത വിരളമല്ല. അങ്ങനെയാണെങ്കിൽ യാദവ് രാഷ്ട്രീയത്തിൽ വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാകും. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നോട്ട് നിരോധനം 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സാമ്പത്തിക ഉത്തേജക നടപടികൾ ഉണ്ടായേക്കും. അതേസമയം ATM-കളിൽ നിന്ന് ഒരു ദിവസം പിൻവലിക്കാവുന്ന തുക 4500 രൂപയാക്കി ഉയർത്തി. ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകും. എന്നാൽ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുകയായ 24,000 രൂപയിൽ മാറ്റമില്ല. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, എല്ലാവരും പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കാണ് കാതോർക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകാനാണ് സാധ്യത? സോമി, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരപ്രകാരം രാത്രി 7:30 ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി സംസാരിക്കും എന്നാണ്. പക്ഷേ ഈ സമയക്രമത്തിൽ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. BJP വൃത്തങ്ങൾ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, പാവപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ്, കർഷകർക്ക് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ്. പക്ഷേ പ്രധാനമായും അറിയേണ്ടത്, തകർന്നടിഞ്ഞ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പദ്ധതികൾ ഉണ്ടാകുമോ? ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ നോട്ടുമാറ്റത്തെ തുടർന്ന് വലിയ ദുരിതത്തിലാണ്. ഇവരിനി എന്തു ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു അറിയിച്ചിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ഈ പ്രസംഗത്തോടെ പരിഹരിക്കപ്പെടുമെന്നാണ്. എന്തായാലും ഓൺലൈൻ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ എളുപ്പത്തിൽ നിലവിൽ നരേന്ദ്രമോദിക്ക് കഴിയില്ല. യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ ഡിസംബർ 30 വരെ നോട്ട് പിൻവലിക്കാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ റിസർവ് ബാങ്ക് ഭാഗ്യമായ ഒരു ഇളവ് വരുത്തിയിട്ടുണ്ട്. ജനുവരി 1 മുതൽ ATM-ൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 2500 നിന്നും 4500 ഉയർത്തി. അതേസമയം ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയിലോ മറ്റ് നിയന്ത്രണങ്ങളിലോ മാറ്റം വരുത്തിയിട്ടില്ല. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
നോട്ടുകൾ വിദേശത്ത് അച്ചടിക്കാൻ നൽകിയത് വഴി വൻ അഴിമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉമ്മൻചാണ്ടി. പാർലമെന്റ് സമിതിയുടെ എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര നീക്കം. ആഭ്യന്തര മന്ത്രാലയം കരിമ്പട്ടികയിൽപ്പെടുത്തിയ DLRU എന്ന കമ്പനിക്കാണ് അച്ചടി കരാർ നൽകിയത്. ഈ കമ്പനിയും മോദിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. DLRU എന്ന ബ്രിട്ടീഷ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി, ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ DLRU കമ്പനിയുമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച് അവരുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളോട് വിശദീകരിക്കണം. നോട്ട് പ്രതിസന്ധി 50 ദിവസം പിന്നിട്ടിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ. ജനങ്ങൾ കലാപത്തിലേക്ക് പോകുന്ന അവസ്ഥയായാണ് മോദി വിളിച്ചു വരുത്തുന്നത്. ഒരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തുന്നതായും സുധീരൻ തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ATM-ൽ നിന്നും പിൻവലിക്കുന്ന പണത്തിന്റെ തോതിൽ ചില വ്യത്യാസം വന്നതല്ലാതെ ഇത്ര നിരുത്തരവാദപരമായി ഒരു രാജ്യത്തിന്റെ ഭരണം, ഒരു രാഷ്ട്രത്തിന്റെ ഭരണം ഇതുപോലെ കൈകാര്യം ചെയ്തൊരു ഭരണാധികാരി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ജനദ്രോഹപരമായ, ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ വെല്ലുവിളിക്കുന്ന നരേന്ദ്രമോദി പമ്പര വിഡ്ഢിത്തം ചെയ്തിട്ട് വീണ്ടും ജനങ്ങളെ അനുദിനം വിഡ്ഢികളാക്കി മാറ്റുന്ന പ്രഖ്യാപനങ്ങളുടെ പരമ്പരകളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രക്ഷോഭം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്ദർഭമാണ് ഇതെന്ന കാര്യത്തിൽ. അർഹരായ മുഴുവൻ പേർക്കും പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. അനർഹരെ കണ്ടെത്താനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ്. പെൻഷൻ മുടങ്ങിയവർക്ക് മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ നൽകും. പെൻഷൻ ലഭിക്കാത്തവർ തിരിച്ചറിയൽ രേഖയും സത്യവാങ്മൂലവും ഹാജരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 49.5 ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്നു. ഇതില് ഇരട്ടിപ്പുണ്ട്, അനർഹരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അർഹരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇപ്പം മുന്നിട്ടുന്നു. ഇതാകെ പരിശോധിച്ച് അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും പെൻഷൻ നൽകാം. അങ്ങനെ അനർഹതയെ മറ്റും ഒഴിവാക്കുമ്പോൾ ഇന്നത്തേതിനേക്കാൾ പെൻഷൻ ഗണ്യമായിട്ട് ഉയർത്താനും പറ്റും. ഇപ്പം 1000 ആക്കി, ഇനി അതിനേക്കാൾ കൂടുതൽ ഉയർത്താം. ഇന്നത്തുള്ള അരാജക അവസ്ഥ അവസാനിപ്പിക്കാൻ പറ്റും. അപ്പം ഇതിനുള്ള മാനദണ്ഡങ്ങൾ കഴിഞ്ഞ ഓണക്കാലത്ത് വളരെ ഉദാരമായിട്ട് എന്താണോ അവകാശപ്പെടുന്നത് അവകാശം അംഗീകരിച്ചുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. 3500 കോടി രൂപ പെൻഷൻ വിതരണം ചെയ്യും. പക്ഷെ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2 പെൻഷൻ അർഹത ഉണ്ടാവില്ല. KSRTCയിൽ ജനുവരിയിലും ശമ്പളവും പെൻഷനും വൈകുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ UDF സർക്കാരാണ് KSRTCയെ തകർത്തതെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ശമ്പളം കൊടുക്കാനുള്ള തുക എപ്രകാരത്തിൽ കണ്ടെത്തണം, ഇപ്പോഴത്തെ കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ കഴിയുമോ, അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരു നിഷേധാത്മക നിലപാടിൽ ആരും തന്നെ അതിനെ കാണേണ്ടതില്ല. കാരണം ഞാൻ രാവിലെയും കൂടെ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് KSRTCയെ സർക്കാർ കൈയൊഴിയും എന്ന ഒരു തെറ്റായ സന്ദേശം ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല. തിരികെ വാർത്തയിലേക്ക്. അണ്ണാ DMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ശശികല ഏറ്റെടുത്തു. റോയൽപേട്ടയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ശശികല പാർട്ടി അമരത്വം ഏറ്റെടുത്തത്. AIADMK 100 വർഷം തമിഴ്നാട് ഭരിക്കുമെന്ന് ശശികല പറഞ്ഞു. ഏകപക്ഷീയമായി തന്നെ തെരഞ്ഞെടുത്തതിൽ പാർട്ടി പ്രവർത്തകരോട് ശശികല നന്ദിയും അറിയിച്ചു. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ശശികല ജനറൽ സെക്രട്ടറിയായി പദവി ഏറ്റെടുത്തത്. റോയപ്പേട്ടയിലെ MGRന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചതിനു ശേഷമാണ് ശശികല ചടങ്ങിലേക്ക് എത്തിയത്. ജയലളിത നയിച്ച പാതയിലൂടെ പാർട്ടിയെ നയിക്കുമെന്ന് ശശികല പറഞ്ഞു. ജയലളിതയുടെ വിയോഗത്തോടെ തമിഴ്നാട് അനാഥമായെന്നും അവർ പറഞ്ഞു. അടുത്ത 100 വർഷം AIADMK തമിഴ്നാട് ഭരിക്കുമെന്നും തന്റെ ജീവിതം ഇനി തമിഴ് ജനതയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണെന്നും ശശികല പറഞ്ഞു. നമ്മമ്മ
எந்த வேகத்தில் இந்த இயக்கத்தை வழிநடத்தினார்களோ அதே வேகத்தோடு எந்த இராணுவ கட்டுப்பாட்டோடு அனைத்திந்திய அண்ணா திராவிட முன்னேற்றக் கழகத்தை நம் அம்மா வைத்திருந்தார்களோ அதில் கடுகளவும் குறையாத அதே கட்டுப்பாட்டோடு உழைக்கும் தொண்டர்களுக்கு உயர்வளித்து அழகு பார்க்க எந்த அளவுகோலை நம் அம்மா கொண்டிருந்தார்களோ அந்த அளவுகோலோடு நம் அம்மா காட்டிய வழியில் இருந்து இம்மி கூட விலகாமல் இந்த இயக்கத்தை கொண்டு செலுத்துவோம். ശശികലയെ ജനറൽ സെക്രട്ടറിയായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ കൗൺസിലിൽ പാസാക്കിയിരുന്നു. ശശികലയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാമെന്ന് AIADMK നേതൃത്വം അംഗീകരിക്കുന്ന പ്രമേയമാണ് പാസാക്കിയത്. പാർട്ടിയിൽ ചിന്നമ്മ എന്നാണ് ശശികല നടരാജൻ അറിയപ്പെടുന്നത്. 32 വർഷക്കാലം അമ്മയുടെ തോഴിയായി പ്രവർത്തിച്ചു എന്നതാണ് ശശികലയുടെ ഗുണമായി AIADMK വാഴ്ത്തുന്നത്. പാർട്ടി അംഗമായി കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമില്ലാത്തവർ ജനറൽ സെക്രട്ടറി ആകരുതെന്നാണ് AIADMKയുടെ ചട്ടം. ഇത് ഭേദഗതി ചെയ്താണ് ശശികലയെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത്. ന്യൂസ് ഡെസ്ക്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ യുവതി ക്ലോസറ്റിൽ പ്രസവിച്ചു. മഞ്ചേരി സ്വദേശിയായ ദളിത് യുവതിയാണ് ക്ലോസറ്റിൽ പ്രസവിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, എന്താണ് സംഭവിച്ചത്? സ്വാമി, മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് സംഭവം. മഞ്ചേരി സ്വദേശിയായ ദളിത് യുവതിയാണ് ക്ലോസറ്റിൽ പ്രസവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതായിരുന്നു, ചികിത്സയിലായിരുന്നു. ഇതിനിടെ പ്രസവത്തിന്റെ ദിവസം ഇതിനായി മരുന്ന് നൽകിയിരുന്നു. എന്നാൽ സംഭവ സമയത്ത് വാർഡിൽ നഴ്സുമാരുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വാർഡിൽ നിന്ന് ഇവർ വാർഡിനകത്ത് തന്നെ ഉള്ള ബാത്റൂമിലേക്ക് പോയതായിരുന്നു. ഇവിടെ വെച്ചാണ് പ്രസവം സംഭവിക്കുന്നത്. മറ്റ് വാർഡിലുള്ളവർ അറിയിച്ചതിനെ തുടർന്നാണ്, വാർഡിലുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്നവർ അറിയിച്ചതിനെ തുടർന്നാണ് നഴ്സുമാരും മറ്റും എത്തിയത്. ഇതിനുശേഷം യുവതിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയാണുള്ളത് ഇപ്പോൾ. കുഞ്ഞിനും യുവതിക്കും അപകടനിലയൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതരിൽ നിന്ന് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മഞ്ചേരി സ്വദേശി തന്നെയായ യുവതിയാണ്. 2 ദിവസം മുമ്പാണ് ഇവർ പ്രസവത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നത്. സോമി, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ദളിത് യുവതി ക്ലോസറ്റിൽ പ്രസവിച്ചു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വിവരങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് സഹകരണ സംഘത്തിലെ അഴിമതിയെ തുടർന്നാണ് നടപടി. DCP ശിവവിക്രമാണ് സസ്പെൻഡ് ചെയ്തത്. അഴിമതി വാർത്ത പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 5 മാസം പിന്നിടുമ്പോഴാണ് പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. നേരത്തെ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിനെ ചോദ്യം ചെയ്ത് അജിത്ത് കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയിരുന്നു. എന്നാൽ നടന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെന്നും കാട്ടി സർക്കാർ കോടതിയിൽ നിന്നും സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അജിത്തിനെ സസ്പെൻഡ് ചെയ്യരുതെന്ന് മുൻ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ റെജി ജേക്കബ് റിപ്പോർട്ടും നൽകിയിരുന്നു. ഇത് സർക്കാർ തള്ളി. തുടർന്ന് നീണ്ട ആലോചനകൾക്ക് ശേഷം DCP ശിവവിക്രമാണ് GR അജിത്തിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിട്ടത്. പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേട് സംബന്ധിച്ച വാർത്ത പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. 2015 സെപ്റ്റംബർ 22 ചേർന്ന ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ കൃത്രിമം കാട്ടിയതായി വിജിലൻസ് സഹകരണ സംഘം പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. അന്നേ ദിവസം എടുത്ത 7-ാം തീരുമാനവും 10-ാം തീരുമാനവും അടങ്ങിയ പേജിന് പകരമായി മറ്റൊരു പേജ് കൂട്ടിച്ചേർത്ത് വ്യാജരേഖ സൃഷ്ടിച്ചതായി പോലീസ് സഹകരണ സംഘം പ്രസിഡന്റും വിജിലൻസ് SIയുമായ M സോമനാഥന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. സംഘം പ്രസിഡന്റിന്റെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ വിജിലൻസ് SPക്ക് കൈമാറിയിരുന്നു. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട ഭരണസമിതിക്കെതിരെ പ്രസിഡന്റ് തന്നെ പരാതി നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അന്ന് ഞെട്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവത്സരാഘോഷങ്ങൾക്ക് ഒരുങ്ങി കൊച്ചി. കൊച്ചി കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പാപ്പാഞ്ഞി കത്തിക്കൽ കൂടാതെ സ്വകാര്യ ഹോട്ടലുകൾ ഒരുക്കുന്ന ആഘോഷ പരിപാടികളും പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. പോലീസ് ഒരുക്കിയ വൻ സുരക്ഷയുടെ നടുവിലാണ് ഇക്കുറി കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾ നടക്കുക. കൊച്ചി കാർണിവലിന്റെ ഭാഗമായി രാത്രി 12-ന് നടക്കുന്ന പപ്പാഞ്ഞി കത്തിക്കലാണ് പ്രധാന ആഘോഷം. ഇതിനായി 37 അടി നീളമുള്ള കൂറ്റൻ പപ്പാഞ്ഞി തയ്യാറായി കഴിഞ്ഞു.
മുൻ വർഷങ്ങളിൽ ആഘോഷങ്ങൾ നടന്ന കടലോരം കടലെടുത്തുപോയതിനാൽ ഇത്തവണ ബാസ്റ്റ്യൻ ബംഗ്ലാവിനും കൊച്ചിൻ ക്ലബിനും സമീപത്തെ കടലോരത്താണ് പപ്പാഞ്ഞി കത്തിക്കുന്ന ചടങ്ങും മറ്റ് ആഘോഷങ്ങളും നടക്കുക. ഇതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം തുടങ്ങുകയാണ്. ഇന്ന് നാളെ രാവിലെ വരെ ആഘോഷം തന്നെയാണ്. ഇന്ന് രാത്രി ഉറക്കമില്ല. ഒരു വീടല്ല, ഒരു സ്ട്രീറ്റ് അല്ല, ഒരു നാടല്ല, ലോകമെമ്പാടുമുള്ള വിദേശികൾ ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. ഒപ്പം വിവിധ ക്ലബ്ബുകളും വൻകിട ഹോട്ടലുകളും പുതുവത്സരാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക കൺട്രോൾ റൂം ഒരുക്കി. ബീച്ചിലും പരിസരങ്ങളിലുമായി 180 നിരീക്ഷണ ക്യാമറകൾ, 3 വാച്ച് ടവറുകൾ, പൂവാലശല്യം തടയാൻ 50 വനിതാ പോലീസ്, അങ്ങനെ വൻ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വിദേശികൾക്കായി പ്രത്യേക സുരക്ഷയും പ്രത്യേക സ്ഥലവും സജ്ജീകരിച്ചിട്ടുണ്ട്. DCPയുടെ നേതൃത്വത്തിൽ 3 SP-മാർ, 6 CI-മാർ, 40 SI-മാർ ഉൾപ്പെടുന്ന 500 അംഗ സേനയെയാണ് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് മാത്രമായി നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തയിലേക്ക്. ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കൃഷിയിറക്കിയ നെൽപ്പാടത്ത് നാടിന് ആഘോഷമായി കൊയ്ത്തുത്സവം. അങ്കമാലി ഐരൂരിലെ 1 ഹെക്ടർ ജൈവ നെൽപ്പാടത്തെ വിളവെടുപ്പാണ് നാടിന്റെ ആകെ ഉത്സവമായി മാറിയത്. ഐരൂർ ഒടിയപ്പാടം പാടശേഖരം സാക്ഷ്യം വഹിച്ചത് വ്യത്യസ്തമായ ഒരു കാർഷികോത്സവത്തിനായിരുന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണമൊരുക്കുന്നതിനായി പ്രവർത്തകർ നടത്തിയ ജൈവ നെൽകൃഷിയുടെ വിളവെടുപ്പായിരുന്നു അത്. ഒരു നാടൊന്നാകെ കൊയ്ത്തുത്സവം ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. 1 ഹെക്ടർ പാടത്ത് പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. രാഷ്ട്രീയ ഭേദമന്യേ വിളവെടുപ്പ് ഏറ്റെടുത്ത കർഷകർ അതൊരു ഉത്സവമാക്കി മാറ്റി. മുൻ MP P രാജീവ്, M സ്വരാജ് തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. യുവജനങ്ങൾക്കിടയിൽ ജൈവ കൃഷിയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്നു. പുതിയ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകുകയും ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന വിവിധ തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് ഈ സംഘാടനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് ഈ അഭൂതപൂർവമായ ജനപങ്കാളിത്തം. സെപ്റ്റംബർ 12-നായിരുന്നു ഐരൂർ പാടശേഖരത്ത് ആഘോഷപൂർവ്വം ഞാറ് നട്ടത്. വളമിടാനും കളപറിക്കാനും കൃഷി നശിപ്പിക്കാനെത്തിയ കീടങ്ങളെ തുരത്താനും ഒരു നാടൊന്നാകെ ഒന്നിച്ചു നിന്നു. ജൈവകൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാണ് തരുന്നത്, കൂടുതൽ ആവേശമാണ് തരുന്നത്. അങ്ങനെ ഒരു നാടൊന്നിച്ച് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് കാർഷിക മേഖലയ്ക്ക് വ്യത്യസ്തമായ ആവേശകരമായ ഒരു അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിലും എരുമേലിയിലും പുതിയ പോലീസ് ബാച്ച് ചുമതലയേറ്റു. 2980 പോലീസുകാരാണ് സുരക്ഷയ്ക്കുള്ളത്. സന്നിധാനത്ത് 12 DYSP-മാരും 30 CI-മാരും 100 SI ASC-മാരും 1325 പോലീസുകാരെയുമാണ് സുരക്ഷാ ചുമതലയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴുത ദിവസം ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചതും സന്നിധാനത്തും മാളികപ്പുറത്തും സുരക്ഷ വർദ്ധിപ്പിച്ചതും. തീർത്ഥാടകരുടെ സേവകരെന്ന നിലയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നും വാക്കുകളിൽ പോലും മര്യാദ കാട്ടണമെന്നുമാണ് പോലീസ് സ്പെഷ്യൽ ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. ജോലിക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും അയ്യപ്പന്മാരെന്നും മാളികപ്പുറങ്ങളെന്നും മണികണ്ഠന്മാരെന്നും മാത്രമേ അഭിസംബോധന ചെയ്യാവൂ എന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. പമ്പയിൽ 8 DYSP-മാരും 18 CI-മാരും 80 SI ASI-മാരും 960 പോലീസുകാരും 13 വനിതാ പോലീസുകാരുമാണുള്ളത്. എരുമേലിയിൽ 1 DYSP-യുടെ നേതൃത്വത്തിൽ 6 CI-മാരും 63 SI ASI-മാരും 358 പോലീസുകാരും 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ജോലിക്കുണ്ട്. കർണാടക പോലീസിന്റെ പുതിയ ബാച്ച് ഇന്ന് എത്തും. പമ്പയിലും സന്നിധാനത്തുമായി 80 പേരാണ് ജോലി നോക്കുന്നത്. 12 ASI-മാരും 68 പോലീസുകാരുമാണ് പുതിയ ബാച്ചിലുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 64 പേർ സന്നിധാനത്തുണ്ട്. അഗ്നിശമന രക്ഷാ സേനയുടെ 4ാമത് ബാച്ചും ചുമതലയേറ്റിട്ടുണ്ട്. സന്നിധാനത്ത് കേരള, തമിഴ്നാട്, കർണാടക പോലീസും ദ്രുതകർമ്മസേനയും കേരള പോലീസ് കമാൻഡോകളും ദേശീയ ദുരന്ത നിവാരണ സേനയും റിസർവ് പോലീസും തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ രംഗത്തുണ്ട്. വിജേഷ് നടുവിൽ. പാലക്കാട് നടക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സംസ്ഥാന കലാമേളയായ സർഗോത്സവം ഇന്ന് സമാപിക്കും. 12 വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ് സമാപന ദിനത്തിൽ നടക്കുക. സമാപന സമ്മേളനം വൈകിട്ട് MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ 18 മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, 106 പ്രീമെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1000-ഓളം വിദ്യാർത്ഥികളാണ് സർഗോത്സവം എന്ന് പേരിട്ട കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ 5 വേദികളിലായാണ് മത്സരങ്ങൾ. 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ ജൂനിയർ തലത്തിലും 8 മുതൽ +2 വരെയുള്ളവർ സീനിയർ വിഭാഗത്തിലും മത്സരിക്കുന്നു. സർഗോത്സവത്തിൽ പങ്കെടുക്കുന്ന വീടും സ്ഥലവുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഇവ സൗജന്യമായി അനുവദിക്കുമെന്ന് സമ്മാന വിതരണത്തിനെത്തിയ മന്ത്രി AK ബാലൻ പറഞ്ഞു.
വയനാട് കണിയാമ്പാറ്റ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിച്ച മന്ത്രി കുട്ടികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.